ഹായ് പറ. ഹായ് ഹായ് പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പറഞ്ഞേ. ചെയ്യണേ. ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മളെ ധനുഷ് ബേബി കൂടെയുണ്ട്. ആളെ ഞാൻ ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്നെയാണ്, പക്ഷെ ആളെ ഉറങ്ങുന്നില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഇവനിവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്പെടും. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഒരുപാട് പേരുടെ ഡൗട്ടാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലായാലും വാട്സാപ്പിലായാലും എൻ്റെ എന്താ പറയുക നാട്ടിലുള്ള ആൾക്കാരായാലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയല്ലോ. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് 4 മാസം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് വരുമാനം കിട്ടിത്തുടങ്ങിയോ അത് എത്രയാണ് ഒരു മാസം കിട്ടുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ എനിക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്ത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദിവസവും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ മാത്രമേ ഞാൻ വീഡിയോസ് ഇടാതെ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്നത് മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നല്ല രീതിക്ക് എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1K തികച്ച് വ്യൂ കിട്ടും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എനിക്കിത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇത്രയും വ്യൂസൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയത് ചാനൽ. അപ്പോൾ ഈ ഒരു ഇടക്കാലത്തെ വ്യൂസ് നോക്കുകയാണെങ്കിൽ അടുത്തായിട്ട് വ്യൂസ് നല്ല പോലെ കുറവുണ്ട്. അത് ഒരു കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ അൽഗോരിതത്തിൽ വരുന്ന ചേഞ്ചസ് കാരണം യൂട്യൂബ് തന്നെ വീഡിയോക്ക് വ്യൂസ് ഡൗൺ ആക്കിയെന്ന് പറയുന്നുണ്ട്. യൂട്യൂബ് ടിപ്സൊക്കെ ചെയ്യുന്നവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഇടയ്ക്ക് നല്ല പോലെ വീഡിയോസ് ഇടാതിരിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു എൻ്റെ എൻ്റെ കാരണത്താൽ. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും ഞാൻ കുറേ നാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു എൻ്റെ വർക്കിൻ്റെ കാര്യത്താൽ. അപ്പം അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം എനിക്ക് നല്ലപോലെ വ്യൂസ് കുറവാണ്. അപ്പോൾ അത് ഒന്ന് ഇതാക്കി വരുന്നുണ്ട്, കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഇതൊന്നല്ല, ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് മണി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഷോർട്ടെങ്കിലും ദിവസേന ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആൾ നല്ലപോലെ അലമ്പ് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ, ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് കരുതി പിന്നെ ഇതിൽ നിന്ന് ഏർണിങ്സ് വേണം എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ ഇത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ പഠിച്ചൊരു പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ഇടാതിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് നല്ല പോലെ പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നല്ല പോലെ കുറേ നാൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിനെ മെല്ലെ മെല്ലെ നമുക്ക് വ്യൂസ് കയറും. അപ്പോൾ അത് എനിക്കൊരു പാടായിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ യൂട്യൂബ് എന്ന പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വെറുതെ ഒരു വീഡിയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവൂ. പിന്നെ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഇടുന്നതിലൂടെ എന്താണ് കിട്ടുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും ഇതിന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ചിലപ്പോൾ അവർക്കറിയത്തുണ്ടാവില്ല.
അതായത് കുറേ പേരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ആ ഒരു തലത്തിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വെറുതെ ഇരുന്ന് പൈസ മേടിക്കുന്നു എന്നാണ് പലരുടെയും ധാരണ. അങ്ങനെയല്ല, ഇതിൻ്റെ പുറകിൽ നല്ല രീതിക്ക് കഷ്ടപ്പാടുണ്ട്. അത് ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കല്ലോ. അപ്പോൾ മെയിൻ പോയിന്റാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് ഡോളറിൻ്റെ കാര്യമാണ്. അതായത് ഒരു 1000 വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയ്ക്ക് എത്ര ഡോളർ കയറുന്നുള്ളത് ഒരുപാട് ആൾക്കാരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ന്യൂ യൂട്യൂബർമാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വ്യൂസിൻ്റെ ഇതിലല്ല, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചല്ല നമുക്ക് വീഡിയോയ്ക്ക് ഡോളർ കയറുന്നത്. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ വീഡിയോയ്ക്കും വാച്ച് ടൈം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് ഡോളർ കയറുന്നത്. അതായത് 1000 വ്യൂസുള്ള ഒരു വീഡിയോക്ക് വാച്ച് ടൈം വളരെ ലോ ആണെങ്കിൽ നമുക്ക് അത്രയും $1 കയറിയെന്ന് വരത്തില്ല കേട്ടോ. സ്വാഭാവികമായിട്ട് നമുക്ക് എനിക്ക് ഒരു 1K വ്യൂസിനൊക്കെ $1 വെച്ച് കയറാറുണ്ട് കേട്ടോ. അതിപ്പം നമുക്ക് കൃത്യമായിട്ട് നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ വാച്ച് ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് $1-2 അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. വാച്ച് ടൈം നല്ലപോലെ കൂടുതലാണെങ്കിൽ നമുക്ക് ഡോളർ നല്ലപോലെ കയറും കൂടെ ചെയ്യും കേട്ടോ. അതായത് കുറേ വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വാച്ച് ടൈമാണ് മെയിനായിട്ട് യൂട്യൂബ് നോക്കുന്നത്. അതായത് ഇപ്പം 1000 വ്യൂസുള്ളൊരു വീഡിയോ എന്ന് പറയുമ്പം ഒരാൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഉടനെ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതും നമ്മുടെ വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അയാൾ ആ വീഡിയോ ഫുള്ള് കാണാതെ സ്കിപ്പ് അടിച്ച് പോകുന്നു, നമുക്ക് വാച്ച് ടൈം ഒരിക്കലും കയറുന്നില്ല. അപ്പോൾ നമുക്ക് വ്യൂസ് അവിടെ കൗണ്ട് ചെയ്യപ്പെടുമെങ്കിലും നമുക്ക് എന്താ പറയുക, ഡോളർ കയറത്തില്ല. കാരണം നമുക്ക് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത്രയും എൻഗേജ്മെൻറ്റ് നമ്മുടെ വീഡിയോയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് വാച്ച് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൂടും കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്ര കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മാസം, എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്, എത്ര കിട്ടുന്നുണ്ടെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതായത് എനിക്ക് ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞു. എനിക്കിതുവരെ ഡോളർ പിൻവലിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഡോളർ നമ്മുടെ ഇതിൽ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട്. നമുക്ക് $100 ആയാലും മാത്രമേ പിൻവലിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ എനിക്കിപ്പം $100 ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഞാൻ പിൻവലിച്ചിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ്ട് അത് പൂർത്തി ആവാറായിട്ടുണ്ട്. എല്ലാ ഇതിലും നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്ത $100 വെച്ച് ആകുമ്പോൾ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത് തന്നെ പിൻവലിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം വീഡിയോക്ക് നല്ലപോലെ വ്യൂസ് കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക്, ഇല്ലെങ്കിൽ ഞാൻ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പ് എടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് നല്ല പോലെ വ്യൂസ് കുറഞ്ഞത്. അതിപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിൻവലിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും ഹെൽപ്പ് കൂടെ ആവശ്യമുണ്ട് കേട്ടോ. വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ക്രാഫ്റ്റ് പരമായിട്ടുള്ള വീഡിയോസാണ് അധികം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോയ്ക്ക് വരുന്ന വ്യൂസും അതിൻ്റെ ഡോളറുമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല കേട്ടോ. നല്ല പോലെ വാച്ച് ടൈമൊക്കെ കിട്ടുന്നവർക്ക് നല്ല പോലെ ഇതും ഡോളറും കയറും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.